ഒരു അരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൂടുതലായിട്ട് എന്താ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ ഗുണങ്ങൾ പറയാനല്ലേ പറ്റുള്ളൂ, അല്ലേ? ഇതിന്റെ പ്രോസസ്സിംഗ് മെത്തഡ് പറയാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിനെ വിവിധ തരത്തിൽ അരിയെ വേവിക്കാൻ പറയാൻ പറ്റും. ചൂടുവെള്ളത്തിട്ട് വെച്ച് എങ്ങനെ ഇട്ടും പച്ചവെള്ളത്തിട്ട് വെച്ച് അത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ നമ്മളൊരു വാക്കിനെ തന്നെ നമ്മൾ അതിനൊരു വേർഡ് പറയുമല്ലോ, നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് സെർച്ച് കീവേഡ്സ്. അപ്പൊ നമ്മൾ എങ്ങാനും ഒരു സ്കിൻ എന്നൊരു വേർഡ് എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയോ, പിന്നെ സ്കിന്നിന്റെ കെയർ മൊത്തം വരും. നമുക്ക് ആന്റി ഓക്സിഡന്റ് ഇത് IV ചെയ്യുന്നുണ്ട് ഇപ്പം. ഈ ആന്റി ഓക്സിഡൻസ് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടേണ്ടതാ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ കിട്ടേണ്ടതാ, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലൂടെ കിട്ടേണ്ടതാ. ഇപ്പൊ അത് ഇതേ കുത്തിവെക്കുന്നു. അപ്പൊ ആ കാണിക്കുന്ന കുത്തിവെക്കുന്നതിനകത്ത് കാണിക്കുന്ന എന്താണെന്നറിയോ? കുക്കുംബർ കിടക്കുന്നു, ക്യാരറ്റ് കിടക്കുന്നു, എന്നിട്ട് ആ വെള്ളമായിട്ട് അതാ മീൻസ് അതിലത് ഉണ്ടെന്നല്ല, അത് കാണിക്കുന്നല്ല, കണ്ടന്റ് അതാണെന്ന് കാണിക്കുകയാണ്, അല്ലേ? ആന്റി ഓക്സിഡൻസിന് ബോഡിയിൽ ഫങ്ഷൻ, ഒരു മനുഷ്യൻ നന്നായി ജീവിച്ച് ആരോഗ്യത്തോടെ പോകണം എന്നുണ്ടെങ്കിൽ രക്തം വഹിക്കുന്ന പങ്ക്, ഇതൊക്കെ ആർക്കെങ്കിലും അറിയാവോ? എന്തുകൊണ്ട് ആന്റി ഓക്സിഡന്റ് ഫുഡ് നിങ്ങൾക്ക് വേണം? നിങ്ങളുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകാതിരിക്കണം, നിങ്ങൾ ആന്റി ഓക്സിഡന്റ് ഫുഡ് കഴിക്കണം. ഫ്രീ റാഡിക്കൽസ് ക്യാൻസറസ്. അപ്പോ ഈ ഭക്ഷണം എന്ന് പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതിനകത്ത് നിലകൊള്ളുന്ന ആൾക്ക് ബോധം വേണോ? നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഇതൊക്കെ പഠിച്ചത്, ഇല്ലേ? നിങ്ങൾക്ക് ആന്റി ഓക്സിഡന്റ് ഫുഡ് വേണ്ടതുകൊണ്ടാണ് ഞാൻ തവിടുള്ളവര് നിങ്ങൾക്ക് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ഗർഭാവസ്ഥയിലും നിങ്ങൾ മുലയൂട്ടുന്ന കാലത്തും നിങ്ങൾക്ക് മുലപ്പാലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരി കൊണ്ടുവന്നത്. നിങ്ങൾക്ക് നെർവ് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അവരെ കൊണ്ടു തന്നത്. നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രക്തശാലി അരി കൊണ്ടുവന്നത്. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നോ? നിങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു പോർഷൻ തന്നാൽ ആരോഗ്യം തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വേണ്ടെന്നല്ലേ ഇവര് പറയുന്നത്. അപ്പൊ പിന്നെ സത്യത്തിൽ ഇപ്പൊ ചിരിക്കുന്നുണ്ട്, അല്ലേ? ഞാനത് ചിരിച്ചെടുക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, കരഞ്ഞിരുന്ന ഒരാൾക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു മീഡിയയിലൂടെ ഞാൻ എൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്തെന്ന് പറയുന്നത്. ഇപ്പൊ ആർക്കും അറിയാത്ത കാര്യം, വളരെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ് നാച്ചുറൽ എഡിബിൾസ് പൂട്ടി എന്നുള്ളത്. അതൊരു മാധ്യമത്തിന്റെ മുമ്പിൽ ഞാൻ പറയാൻ കാണിച്ച ഒരു ധൈര്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ പൂട്ടിയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, കട പൂട്ടിയിട്ടുണ്ട്, അത് എൻ്റെ കുഴപ്പമല്ല, അല്ലേ? നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വിലയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഫ്രൂട്ട് കൾച്ചർ വളരെ കുറവ്. കേരളത്തിൽ ബാംഗ്ലൂരോട്ട് പോയി നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് എത്ര ഫ്രൂട്ട് ബൗൾ വേണമെങ്കിലും കഴിക്കാൻ കിട്ടും, ഇല്ല? ഈവൻ 20 റുപ്പീസിന്. ഞാനൊരു 10-15 വർഷം മുമ്പൊക്കെ 10-20 രൂപയ്ക്കൊക്കെയാണ് കഴിച്ചത്. നമ്മുടെ നാട്ടിൽ അത് എവിടെങ്കിലും കാണാനുണ്ടോ? കിട്ടും. എവിടെ കിട്ടുമെന്നറിയാമോ? നല്ല ബോഷ് റെസ്റ്റോറൻറ്റ്സിലോ എവിടെയോ കയറിയാൽ ഒരു 500 രൂപ ഒരു ബൗളിന് കൊടുക്കണം. ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലൊക്കെ ഫ്രൂട്ട് കട്ട്സ് എന്നുള്ള രീതിയിലെങ്കിലും അവൈലബിൾ ആണ് നമുക്ക്, പക്ഷെ അത്രയും ഒരു ഇത് വന്നിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമ്മൾ ഫ്രൂട്ട് മേടിക്കുന്ന പൈസയും നമ്മുടെ നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഒരിക്കലും കണക്കെടുക്കാത്തത് ഇറച്ചിയും മീനും മേടിക്കുന്ന കാര്യത്തിലാണ്. ഇപ്പൊ ലുലുവിൽ ചെന്നേച്ച് ഒരു ഭാര്യയും ഭർത്താവും കൂടെ സാധനം മേടിക്കുമ്പോൾ ഒരു ചിക്കൻ 2 മേടിക്കും. ഫ്രൂട്ട്സിന് അങ്ങോട്ട് ചെന്നേച്ച് 1 കിലോ ഒന്നും അവിടെ ചീഞ്ഞ് പറഞ്ഞിരിക്കാനായിട്ടാ, ആരും തിന്നത്തില്ല, അത് 2. ഇവിടെയാണ് നമുക്കറിയില്ല എന്ത് കഴിക്കണം എന്നുള്ളത്. ഇതാരും പഠിപ്പിച്ചു തരാനില്ല. അവനവൻ്റെ തിരിച്ചറിവ് കൊണ്ട് മാത്രമേ ഉള്ളൂ നീ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് ബോധം വരുവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 10-30 വർഷം മുമ്പ് ഒരു വീട്ടിലെ ചെലവ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതായിരുന്നു. അന്ന് നമുക്ക് ക്രെഡിറ്റ് കാർഡില്ല, ലോണില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയുള്ള കാര്യങ്ങൾ ലിമിറ്റായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ, എൻ്റെ അച്ഛനൊരു ടാക്സി ഡ്രൈവറായിരുന്നു. അപ്പോൾ കർക്കിടക മാസമൊക്കെ ഓട്ടോ ഇല്ല. അപ്പം നമ്മുടെ ഏറ്റവും ടെൻഷൻ അടിക്കുന്ന ഒരു മാസം കർക്കിടക മാസമാണ്. അപ്പം നമ്മളൊരു മീൻകറി വെച്ചാൽ 2 കഷ്ണം ചാറ് എനിക്കും അനിയത്തിക്കും തരും. ഞങ്ങളിങ്ങനെ നോക്കും, നിനക്കാണോ വലിയ കഷ്ണം, എനിക്കാണോ വലിയ കഷ്ണം. നമുക്ക് അന്ന് ഒരു ഇല്ലായ്മയെ കുറിച്ച് പേടിയുണ്ട്. ഇന്ന് അങ്ങനെ ഇല്ലല്ലോ, ഇഷ്ടം പോലെയല്ലേ. പണ്ട് പഞ്ചസാര തീർന്നതിന് 2 ദിവസമൊക്കെ നമ്മൾ പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കുന്നത്. എണ്ണ തീരാറാകുമ്പോൾ മീൻ പൊരിക്കൽ നിർത്തും, പപ്പടം കാച്ചൽ നിർത്തും. അപ്പൊ നമ്മൾ ഇതെല്ലാം റെഗുലൈസ് ചെയ്ത് നമ്മൾ, അല്ലേ, എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ 10 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ പണ്ടുണ്ടായിരുന്നില്ല.
നിങ്ങളൊരു 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. നിങ്ങളുടെ ശരീരത്തിന് അത് ഒരു ദഹന പ്രക്രിയ കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങാവുള്ളെന്ന്. എന്നും ഈ തിന്ന ഉടനെ പോയി കിടന്ന് പുളിച്ച് അളിച്ച് അതിന് നമ്മളിപ്പോൾ ഒരു പാത്രം ചോറെടുത്ത് വീട്ടിൻ്റെ പുറത്ത് വെച്ചു, ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ? അത് കണ്ട് മൂക്ക് കൊത്തുമ്പം ഉള്ളിലോട്ട് പോയ സാധനം അങ്ങനെ തന്നെ അവിടെ കിടക്കുമായിരിക്കും. അപ്പോൾ ഈ ലിമിറ്റ് ഇല്ലാത്ത ഇത് നമ്മൾ ഒരു സാധനം തീരാൻ സമ്മതിക്കുന്നില്ല ഇന്ന്. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളെ കമ്പയർ ചെയ്ത് നോക്കിയോ, അവിടെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്ന മനുഷ്യരുണ്ടാവും, ഉണ്ട്. പക്ഷെ ഒരു ബിസിനസ് ഫോക്കസിൽ നിന്ന് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റീസിനെ ഫോക്കസ് ചെയ്യുള്ളൂ. ഗ്രാമത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ സിറ്റീസിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന നമ്മൾ ഒബ്സർവ് ചെയ്താൽ അവരുടെ ആ ബാസ്ക്കറ്റിൽ ഇരിക്കുന്ന സാധനത്തിൻ്റെ പകുതിയും കളയാനുള്ളതാണ്. കാര്യം അത് ഉപയോഗിക്കത്തില്ല, തിന്ന് തീരത്തില്ല. പിന്നെ ബിസിനസ് ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം എന്നെപ്പോലുള്ളവരൊക്കെ മാർക്കറ്റിംഗ് ഒരു ഫാക്ടർ. രണ്ടാമത് മാളുകളിൽ ഓഫറുകൾ, സ്വിഗ്ഗി, സൊമാറ്റോ, പിന്നെ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട്. സ്വിഗ്ഗി നമ്മളെ രാവിലെ എഴുന്നേപ്പിച്ച് ചോദിക്കല്ലേ ഇന്ന് എന്നാ കഴിക്കണ്ടേ, അപ്പം വേണ്ടേ, മുട്ട വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? അപ്പോൾ അവർക്ക് എന്നാൽ പിന്നെ എന്തിനാ അടുക്കളയിൽ കയറുന്നത്, പിന്നെ അപ്പവും മുട്ടക്കറിയും. ഒരു 70 രൂപ 80 രൂപ പോകുന്നതിൽ ഒരു ടെൻഷനും ഇല്ല ആർക്കും. ഒരു ഓർഡറിൽ പോകുമ്പോൾ, സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ പോകുമ്പോൾ. പിന്നെ എന്നാൽ രാവിലെ അവിയൽ വെക്കാൻ നോക്കുമ്പോൾ സ്വിഗ്ഗി പറയുന്നു 50 രൂപ മതി, അവിയൽ കഷ്ണം തരാം. അപ്പൊ പിന്നെ അരിയണ്ട, കഴുകണ്ട, പോകണ്ട, ഒന്നും വേണ്ട, വാങ്ങിക്കുക, ഉണ്ടാക്കുക. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തില് ഈസി മെത്തേഡ് അവര് ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കാരണം ജോലി ചെയ്ത് സമ്പാദിച്ചാൽ മാത്രമേ ഇന്നൊരാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാര്യം അത്രത്തോളം ബാധ്യത അവരുടെ ലൈഫിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അവര് മിച്ചം പിടിക്കാൻ ശ്രമിക്കുന്ന സമയം, ആ സമയത്തിന് അവർ കൊടുക്കുന്ന ഒരു വാല്യൂ അവരുടെ ഹെൽത്തിന് അവർ കൊടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും, നിങ്ങളുടെ ബോഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് അറിയില്ല അവർക്ക്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓഫർ കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്നാ, ഞാൻ എൻ്റെ കർഷകനോട് എടുക്കുന്നത് 100 കിലോ ആയിരിക്കാം, 500 കിലോ ആയിരിക്കാം. അതേസമയം വലിയ ഇപ്പം അംബാനിയോ അല്ലെങ്കിൽ ടാറ്റയുടെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ലുലു ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസയ്ക്ക് ടൺ കണക്കിനാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അവർക്ക് ഓഫർ കൊടുക്കാം, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആൾക്കാരെ ഓഫർ എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകും. ഇനി ഓഫറിൽ ഒത്തിരി ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ചതികളുണ്ട്. അപ്പോൾ ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ള പ്രാഥമികമായ ഒരു കാര്യമുണ്ട്. അത് അത്ര എളുപ്പമല്ല. പണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ ഒരു പരിപാടി നടത്തി. അതിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വെച്ചു. ഇന്നല്ല, ഒരു 14 വർഷം മുമ്പാണ്, 13 വർഷയിലുമായി. 2013 മമ്മൂട്ടി ഞങ്ങളുടെ കൂടെ കൃഷി ചെയ്യാൻ വരുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് തോമസ് ഐസക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വരികയാണ്. നമ്മുടെ മഹാരാജാസ് ശ്രീ തോമസ് ഐസക്ക് എന്നെയും ലാലിനെയൊക്കെ അറിയാം. എടോ, ഇതൊക്കെ ആ മമ്മൂട്ടിയെ കൊണ്ടോ മോഹൻലാലിനെ കൊണ്ടോ ഒക്കെ പറ, അപ്പൊ ജനം അറിയും എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ പിന്നാലെയാണ് മാർട്ടിൻ പ്രക്കാട്ടാണ് മമ്മൂക്കായോട് ഞങ്ങളെ കുറിച്ച് പറയുന്നത്. മമ്മൂക്ക ഞങ്ങളുടെ വീട്ടിൽ വരികയായിരുന്നു. കൊല്ലങ്കോട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലും ഞങ്ങളുടെ പാടത്തും ഒക്കെ വന്ന് കൃഷിയെ മനസ്സിലാക്കി അപ്പൊ തന്നെ ഞങ്ങളെ കൂടെ കൂട്ടുമായിരുന്നു. മമ്മൂക്ക പറഞ്ഞപ്പോൾ എന്തറിഞ്ഞു എല്ലാവരും? പ്രകൃതി കൃഷിയെക്കുറിച്ച് അറിഞ്ഞു, പ്രകൃതി ഭക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞു, നാടൻ പശുക്കളെ കൊണ്ടുള്ള കൃഷി അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. മമ്മൂക്കയെ ശ്രദ്ധിക്കാൻ ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും കോടികളും ഉണ്ട് അല്ലേ. ഞാനൊരാൾ പറയുമ്പോൾ അതിപ്പോൾ ലിമിറ്റ് ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ നമ്മൾ അതുപോലെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശബ്ദം കേൾക്കുകയുള്ളൂ. പിന്നെ കുറുക്കു വഴികൾ, പയറ് പുഴുങ്ങിയോ മുളപ്പിച്ചോ തന്നെ കഴിക്കേണ്ട സാധനമാണ്. നിങ്ങൾ അതിനെ വറുത്ത് പൊടിച്ച് പാലിൽ കലക്കി കുടിച്ചാൽ നിങ്ങളുടെ ദഹന പ്രക്രിയക്ക് പ്രശ്നമുണ്ടാകും. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പാല് തന്നെ ഒരു ഡൈജഷന് പറ്റിയൊരു 4 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 ആണെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റുണ്ട് ക്ഷമിക്കട്ടെ, അത് കഴിഞ്ഞാൽ പാല് ദഹിപ്പിക്കാനുള്ള എൻസൈംസ് നമ്മുടെ ബോഡിയിലില്ല. മുലപ്പാല് ദഹിപ്പിക്കുന്ന അവിടെയാണ് ഒരു വൈരുദ്ധ്യമുള്ളത്. പാലെന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന് കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വളരെ കുറച്ച് കാലങ്ങളായിട്ടാണ് അതല്ല എന്നും അല്ലെങ്കിൽ അത് ദഹിപ്പിക്കാനുള്ള ദഹന വ്യവസ്ഥ നമുക്കില്ല എന്നും തിരിച്ചറിയുന്നത്. നമ്മുടെ ആ ഒരു സിസ്റ്റം നമ്മൾ പഠിച്ചു വന്നതിലെ മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പാരൻസ് പോലും, ഇപ്പം നേരത്തെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന പാരൻസിന് പോലും ഒരു പ്രോപ്പർ പാരന്റിങ് അല്ലെങ്കിൽ ഒരു ഡയറ്റ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പാരന്റിങ് പോലും അവർക്കും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
പാല് ഉപയോഗിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പാൽ ഉപയോഗിക്കുന്നവർ. ഇനി എന്നെ സംബന്ധിച്ച് എനിക്കൊരു മിൽക്ക് പ്രൊഡക്റ്റും പറ്റില്ല. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട്. നമുക്കിനി അവർക്ക് എന്തെങ്കിലും അൺഹെൽത്തി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മളവരെ കാണുന്നതല്ലേ ഉള്ളൂ. രണ്ട്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിൽക്ക് എന്ന് പറയുന്നതിനെ തന്നെ പണ്ട് നമ്മൾ മീനും നാരങ്ങയും ഒരുമിച്ച് കഴിക്കില്ല. ഇന്ന് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ എടുത്ത് നോക്കിയാൽ മീനിന്റെ പുറത്തോട്ട് നല്ലോണം നാരങ്ങ ഒഴിച്ചിട്ട് കഴിപ്പിക്കും, ഇല്ലെങ്കിൽ ആ ഗ്രേവി അതിനകത്ത് ആ മസാലക്കകത്തോട്ട് നാരങ്ങ ഒഴിക്കും, തൈര് ഒഴിക്കും, ഇറച്ചിക്കകത്ത് തൈരിടും. വിരുദ്ധ ആഹാരങ്ങളെല്ലാം എൻകറേജ് ആവുക. അപ്പോഴും ഇവർക്കൊരു സ്കിൻ ഇഷ്യൂ ഉണ്ടായി, ഇത് കഴിച്ചൊരു സ്കിൻ ഇഷ്യൂ ഉണ്ടായി, അപ്പോഴും അവരത് സപ്രസ് ചെയ്യാനുള്ള മരുന്നേ കൊടുക്കുകയുള്ളൂ.